ഹലോ, ഹായ്. നമ്മളൊരു യാത്ര പോവേണേ. എവിടെയാണ് പോകണമെന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഞാനും ഹസ്ബൻഡും എൻ്റെ സഹോദരനും ഇളയ സഹോദരനും കൂടെ ആയിട്ടാണ് പോണത് എൻ്റെ ഒരു പ്രാന്തിന് ഇവർ കൂട്ടുവരികയാണ്. അതിൽ മുഴുപ്രാന്തിയായ ഞാനും അരവട്ടനായ എൻ്റെ സഹോദരനും കൂടെ ആയിട്ടാണ് നമ്മൾ ചെടികൾ നോക്കാൻ വേണ്ടി പോവേണേ. ഒരു നഴ്സറിയിൽ ഓരോ ദിവസം ഓരോ പ്രാന്തമായിട്ടങ്ങ് ഇറങ്ങും. ചെടി എന്ന് പറയണത് അറിയാമല്ലോ, കുറച്ചൊരു പ്രാന്തുള്ള ഇതാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ അത് വാങ്ങാൻ കണക്കാക്കി പോവുകയാണ്. ഇതെൻ്റെ ഇളയ സഹോദരൻ. ചെടി വാങ്ങാൻ അമരവള എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോണത്. കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ ചെന്ന് ചെടികളൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, വീഡിയോ എടുക്കണ കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് പല വീഡിയോസും കിട്ടിയില്ല. ചെടികൾ നോക്കി നടന്നപ്പോഴത്തേക്ക് അതിലങ്ങ് ലയിച്ചു പോയി ചെടികളിൽ. പിന്നെ ചെടി കണ്ടു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോവില്ലേ. അത് കാരണം പല വീഡിയോസും കിട്ടിയില്ല കേട്ടോ. എന്നാലും ആദ്യം ഇങ്ങനെ കയറി നടന്നു പോയപ്പോൾ കിട്ടിയ കുറച്ച് നല്ല തൈകളായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങാൻ പോയ മെയിൻ കാര്യം ഒരു റെഡ് നമ്മളെ ചക്ക, നല്ല റെഡ് കളർ ചുളയുള്ളൊരു ചക്ക ഉണ്ടല്ലോ ഇപ്പോഴത്തെ, അതിൻ്റെ ഒരു നല്ല തൈ വാങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷേ അതിൻ്റെ വലിയ തൈകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് തൈയുണ്ട്, നല്ല ഗ്രോത്തൊക്കെ ഉള്ള നല്ല അടിപൊളി തൈകളുണ്ട്. അത് വാങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് വലുതിനൊക്കെ 3000 രൂപയൊക്കെ പറയുന്നുണ്ട്. 1000, പക്ഷെ അതൊന്നും നമുക്ക് കാറിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പം ഈ കാണിക്കുന്നത് ഒരു വയലറ്റ് കളറ് പേരയ്ക്കയാണ് കേട്ടോ. ഇതിൽ നിന്ന് ഞാനൊരു തൈ വാങ്ങിച്ചു. നല്ല വയലറ്റ് കളറ്, അതിൻ്റെ കായും അകത്തെ ഫ്ലഷും ഒക്കെ നല്ല വയലറ്റാണ്. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അത് നടണയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു 4-5 തൈകളൊക്കെ വാങ്ങിച്ചു. കണ്ടു കഴിഞ്ഞാൽ കുറേ ഭ്രാന്താണ്. ഈ ഇദ്ദേഹത്തിന് എവിടെ പോയാലും ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ട് നടക്കുക. അതിന് ചെടിയോടൊന്നും അങ്ങനെ നോക്കാറൊന്നുമില്ല. ഞാനും എൻ്റെ ആങ്ങളെയും കൂടെയാണ് ഇതിൻ്റെ പുറകേ നടന്നതെല്ലാം ചെയ്യണത്. പക്ഷെ വാങ്ങിച്ച് കാറിലൊക്കെ കയറ്റുന്നതേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിൻ്റെ പുറകെ വെറുതെ നോക്കിക്കൊണ്ട് നടന്നു. ഇതൊക്കെ നോക്കി നടന്നപ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ലതുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നെട്ടയിൽ പോയി കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചയായി അവിടെ നിന്ന് നെട്ടാന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഫുഡ് കഴിക്കാൻ പോയത്. അവിടെ ഒരു വീട്ടിലെ ഊണാണ്, തങ്കമ്മ ചേച്ചിയുടെ വീട്ടിലെ. അടുക്കളയൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മൾ ഈ പുരട്ടി വെച്ചേക്കണ മീൻ വലിപ്പവും സൈസും ഒക്കെ കണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മീനിന് അവരപ്പം തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് തരും. അങ്ങനെ ഞങ്ങൾ 2 വലിയ മീനാണ് ഫ്രൈ ചെയ്യാൻ കൊടുത്തത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പേര് ഞാൻ മറന്നുപോയി. അന്നേരം ഓർത്തതാണ്, പിന്നെ ഞാൻ മറന്നുപോയി കേട്ടോ. ഒന്ന് സിലോപ്പിയാണെന്നറിയാം, ഒന്ന് വേറെ എന്തോ ആണ്. അപ്പോൾ പൊരിക്കുന്നതൊക്കെ ഞാൻ അവരുടെ അടുക്കളയിലൊക്കെ കയറിപ്പോയി നോക്കി. നല്ലൊരു ചേച്ചിയായിരുന്നു കേട്ടോ, ഭയങ്കര കാര്യമായിരുന്നു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വന്ന് കുശലമൊക്കെ അന്വേഷിച്ച്. നല്ല ഫുഡുമായിരുന്നു അവരുടെ ഫുഡ്. നിറയെ മീൻ കേട്ടോ പുരട്ടിയൊക്കെ വെച്ചേക്കണം. നല്ല ആളുമുണ്ട് കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് കുറച്ചുകൂടെ നേരത്തെ മഴയൊക്കെ ആയതുകൊണ്ട് അന്നേരം ആൾ കുറവായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് ആ കടയിൽ നിറയെ ആൾ. അവർ ഫുഡ് വിളമ്പണം, നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. മീൻ പൊരിച്ച് ചൂടോടെ വരണം, അടുപ്പിച്ചാണ് ഫുഡ് വിളമ്പാൻ വരുന്നത്. എങ്കിലേ ചൂടോടെ ആ മീനുമായിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ വരിക. മീൻ പൊരിച്ചെടുക്കുന്ന അത്രയും സമയം. അയ്യോ, ഈ ചേച്ചി കൊള്ളാം. നല്ലൊരു എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ വീണ്ടും അവിടെ തന്നെ ചെല്ലും കേട്ടോ. കൂടെ വന്ന് എല്ലാവരുടെ അടുത്തും അത് തന്നെ, വന്ന് കാര്യമായിട്ട് അന്വേഷിച്ച് സംസാരിച്ചു എന്തൊക്കെ വേണം. അങ്ങനെ ഇതെന്ന് പറയണത് നെട്ടയിൽ റിച്ചു അച്ചായൻസ് കടയാണേ. കൊള്ളാം,
നിങ്ങൾ ആ വഴി പോവുകയാണെങ്കിൽ കയറ്. പ്രമോഷന് വേണ്ടിയുള്ളതൊന്നും അല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടവരാ. നല്ലൊരു ചേച്ചി. അങ്ങനെ കുറച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കൂടെ വന്ന് കുശലാന്വേഷണമൊക്കെ നടത്തി. അങ്ങനെ ഒരു യാത്രാ വിവരണമാണേ.